ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ ഹിജാബി ഹാങ്ങൗട്ടിലെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നു. അൽഹംദുലില്ലാ, എനിക്കൊരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും കൊണ്ട് ഇതുവരെ എത്താൻ സാധിച്ചതിൽ. ഇനിയും എൻ്റെ വീഡിയോകൾ കാണാനും ഇഷ്ടപ്പെടാനും എല്ലാവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ജീവിതത്തിൽ പ്രയാസങ്ങളും കടബാധ്യതകളും രോഗങ്ങളും കൊണ്ട് വലയുന്നവർക്ക് ആശ്വാസമായിട്ടാണ് ഈ വീഡിയോ. ഒരു മഹത്തായ സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അടഞ്ഞ വാതിലുകൾ തുറക്കാനും അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകാനും സഹായിക്കുന്ന നാരിയത്ത് സ്വലാത്ത്. എന്താണ് നാരിയത്ത് സ്വലാത്ത് എന്ന് നമുക്ക് നോക്കാം. നാരിയ എന്നാൽ തീപ്പൊരി എന്നാണ് അർത്ഥം. തീയിൽ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്നതിനാലാണ് ഇതിൻ്റെ പേര് വന്നത്. ഇതിനെ സ്വലാത്തുൽ തഫ്രീജിയ എന്നും വിളിക്കാറുണ്ട്, അതായത് വിഷമങ്ങൾ ദൂരീകരിക്കുന്നത്. എല്ലാവരും നാരിയത്ത് സ്വലാത്തൊക്കെ ചൊല്ലാറുണ്ട്, പക്ഷെ ചിലർക്കൊന്നും അതിൻ്റെ നേട്ടങ്ങളും ഗുണങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഒന്നും അറിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഒന്ന് നോക്കാം. എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാവുക നമുക്ക് നാരിയത്ത് സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ഓതുമ്പോൾ ചൊല്ലുമ്പോഴൊക്കെ എന്താണ് ഉണ്ടാകുക എന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിലെ സങ്കീർണമായ തടസ്സങ്ങളും കെട്ടുകളും അഴിയാൻ ഈ സ്വലാത്ത് കാരണമാകുന്നു. ആഗ്രഹ സാഫല്യം, വീട്, ജോലി, വിവാഹം എന്നിങ്ങനെയുള്ള ഹലാലായ ആഗ്രഹങ്ങൾ സഫലമാകാൻ ഇത് പതിവാക്കുന്നത് ഉത്തമമാണ്. കടബാധ്യതയിൽ നിന്നുള്ള മുക്തി, സാമ്പത്തിക പ്രയാസങ്ങളിൽ പെട്ടവർക്ക് അപ്രതീക്ഷിത വഴികളിലൂടെ സഹായം ലഭിക്കാൻ ഈ സ്വലാത്ത് സഹായിക്കുന്നു. രോഗശമനം ഉണ്ടാകാനും മാരകമായ രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നും ശിഫ ലഭിക്കാൻ ഈ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നത് ഫലപ്രദമാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത്? വളരെ ശുദ്ധിയോടെ കിബ്ലക്ക് അഭിമുഖമായിട്ട് ഇരിക്കുക. ആദ്യം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി പാപമോചനം തേടുക. മനസ്സിൽ ആവശ്യം നിയ്യത്ത് ചെയ്ത് 40 അല്ലെങ്കിൽ 41 തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. 7 ദിവസമോ 11 ദിവസമോ അല്ലെങ്കിൽ കാര്യം സാധിക്കുന്നത് വരെയോ ഇത് തുടരുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ നമ്മൾ ശുദ്ധിയോടെ കിബ്ലക്ക് മുന്നിട്ടിട്ട് നല്ല ആത്മാർത്ഥതയോടെ ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ എല്ലാവരും ശ്രമിക്കുക. നാരിയത്ത് സ്വലാത്തിൻ്റെ വരികൾ പരിശോധിച്ചാൽ അതൊരു പ്രാർത്ഥന കൂടിയാണെന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവിയെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുന്ന രീതിയാണിതിൽ. തൻഹല്ലു ബിഹിൽ ഉഖദ്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് കെട്ടുകൾ അഴിയുന്നു. തുൻഫരിജു ബിഹിൽ ഖുറബ്, സങ്കടങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു. ഈ വരികൾ ആത്മാർത്ഥമായി അർത്ഥം ഉൾക്കൊണ്ട് ചൊല്ലുമ്പോൾ അത് അള്ളാഹുവിങ്കൽ പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്നു. പണ്ഡിതന്മാർ ഈ സ്വലാത്തിന് വ്യത്യസ്ത എണ്ണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 11 തവണ എല്ലാ നിസ്കാരത്തിന് ശേഷവും പതിവാക്കിയാൽ ഉപജീവനത്തിൽ റിസ്കിൽ ബർക്കത്ത് ലഭിക്കാനും അന്തസ്സ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. 41 തവണ സുബഹി നിസ്കാരത്തിന് ശേഷം പതിവാക്കിയാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാക്കാൻ വളരെ നല്ലതാണ്. 313 തവണ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ബദരീങ്ങളുടെ എണ്ണം ചൊല്ലി ദുആ ചെയ്യുന്നത് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. 4444 തവണ അതീവ ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന എണ്ണമാണിത്. ഇത് ഒറ്റക്കോ കൂട്ടായോ ചൊല്ലി തീർക്കാവുന്നതാണ്. ഇതൊക്കെ നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് വേണ്ട എണ്ണങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണ വിശ്വാസത്തോടെ അള്ളാഹു എൻ്റെ പ്രയാസം മാറ്റും എന്ന ഉറച്ച വിശ്വാസം കൊണ്ട് വേണം ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ. അർത്ഥം മനസ്സിലാക്കി വെറുതെ ചൊല്ലുന്നതിനേക്കാൾ അതിൻ്റെ അർത്ഥം ചിന്തിച്ച് ചൊല്ലുന്നത് മനസ്സിന് കൂടുതൽ ഏകാഗ്രത നൽകും. പാപമോചനം തേടിക്കൊണ്ട് പ്രാർത്ഥനകൾ തടയപ്പെടുന്നത് നമ്മുടെ പാപങ്ങൾ കാരണമാകാം. അതിനാൽ സ്വലാത്തിന് മുമ്പ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്നത് ശീലമാക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ
സ്വലാത്തും ദിക്റുകളും അള്ളാഹു സ്വീകരിക്കും. ഇൻഷാ അല്ലാ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഈ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കുക. എല്ലാവരുടെയും ആഗ്രഹങ്ങളും എല്ലാം അള്ളാഹു സാധിച്ചു തരും. നമ്മുടെ എല്ലാ സങ്കടങ്ങളും കേൾക്കാൻ അള്ളാഹു മാത്രമേയുള്ളൂ. ഈ സ്വലാത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. ആമീൻ.